തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നീ എനിക്ക് ഇപ്പോഴും മുഖം തരാത്തത്? എന്റെ മുമ്പിലിരുന്ന് എനിക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരാള്, എന്റെ തെറ്റുകളെ തിരുത്തുകയും എന്റെ ശരികളെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്ന ഒരാള്. അതൊക്കെയാ നിന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നം. ശരി, 10 മിനിറ്റ് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ലെന്നുള്ള പരാതി ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം. പറ, എന്താ വിനേട്ടൻ എന്നോട് പറയാനുള്ളത്? അല്ല, പെട്ടെന്നിങ്ങനെ പറയാനൊക്കെ ആവശ്യപ്പെട്ട ഞാൻ പെട്ടു. ആദ്യം നീ എന്റെ ഇഷ്ടം മാനിച്ച് എന്റെ മുമ്പിലിരുന്ന് എന്റെ അമ്പരപ്പൊന്ന് മാറട്ടെ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 ആവാൻ പോവാ. 3 കുഞ്ഞുങ്ങളുമായി. കണ്ണി നോക്കിയിരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഇത് 4ാമത്തെ വർഷമാണെങ്കിലും നമ്മൾ എത്ര ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും? അതും സന്തോഷത്തോടെ കഴിഞ്ഞത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അല്ലേ? അതെന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചാണോ? ആണോ? അല്ല അല്ല, തെറ്റും കുറ്റം ഒക്കെ എന്റേതാണ്. സ്നേഹം കൂടുതലുകൊണ്ട് ഞാൻ നിന്നെ പല കാര്യത്തിലും സംശയിച്ചു. നിനക്ക് ഒരു സ്വാതന്ത്ര്യവും ഞാൻ തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എടോ, നിന്നെയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഓ, എന്റെ വിനയേട്ട, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. എനിക്കിപ്പോ ഒന്നും പറയാനല്ല തോന്നുന്നു, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിനയേട്ടാ. വന്ന് സ്ഥലകാലബോധം പോലും നിങ്ങക്ക് നഷ്ടപ്പെട്ടോ? ജീവിതത്തിൽ നിങ്ങക്ക് ഇത് മാത്രം മതിയോ? അതിന് ഞാൻ നിന്നെ വേറൊന്നും ചെയ്തില്ലല്ലോ. പെട്ടെന്നുണ്ടായൊരു തോന്നല് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കി. അത് ഇത്ര വലിയ പാതകമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് അതൊരു പാതകമൊന്നും ആയിരിക്കില്ല, നേരം പോക്കായിരിക്കും. പക്ഷേ നിങ്ങളുടെ നേരം പോക്കിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും തെളിവുകളാ എന്റെ 3 മക്കള്. അങ്ങനെ ഞാൻ വിശ്വസിക്കും. ഈ ജീവിതത്തിലെ അവർക്ക് ജന്മം നൽകിയതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? എപ്പോഴും മക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാനല്ല നിങ്ങൾക്ക് നേരം, കെട്ടിപ്പിടിക്കാനും കിന്നാരം പറയാനോ. സ്വന്തം വീടിന്റെ പ്രമാണം ബ്ലേഡ് കമ്പനിക്കാരുടെ കയ്യിലാ. അത് അറിഞ്ഞത് മുതൽ തീച്ചൂളയിൽ നിൽക്കുന്ന പോലെയാ ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ഇനി തെളിയേയില്ല. നിന്നെ പോലെ പലതും എണ്ണി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതിലേക്കൊന്നും ഇനി പോകണ്ടെന്ന് വെച്ചിട്ടാ. നിനക്ക് 3 മക്കളെ പ്രസവിക്കേണ്ടി വന്നത് ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തിട്ടൊന്നുമല്ലോ. ഞാൻ കെട്ടിയ താലി തന്നെയല്ലേ നിന്റെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവിന് എന്തു ആവാന്നാണോ? ഞാൻ പഴയതൊന്നും എണ്ണി തുടങ്ങിയിട്ടില്ല. എണ്ണിക്കാതിരിക്കുന്ന നിങ്ങക്ക് നല്ലത്. എങ്കിൽ നമുക്ക് പഴയ കളി വീണ്ടും തുടങ്ങാം. വിനയൻ അതിന് മടിയൊന്നുമില്ല. മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഞാനെന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എവിടെയാ നന്നായത്? ഇതുവരെ ഞാൻ വിചാരിച്ചത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിക്കുമെന്നാ. അയ്യോ, ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് എനിക്കിപ്പോ നല്ല ആശങ്കയുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയാലേ നിങ്ങളുടെ കയ്യിൽ അവർ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. പിന്നെ എന്റെ മക്കളുടെ തലയെഴുത്ത് തീരുമാനിക്കുക നീയാണല്ലോ. എന്റെ ബിസിനസിനെ കുറിച്ചും അതിന്റെ ഭാവിയെ കുറിച്ചും എനിക്ക് വ്യക്തമായ കണക്കൂട്ടലുണ്ട്. അതിലൂടെ നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പിന്നെ ആദ്യമേ നിങ്ങൾ ഈ വീടിന്റെ പ്രമാണം തിരിച്ചെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് ഈ കുടുംബം മുഴുവൻ പെരുവഴിയിലാവും. എന്റെ മക്കളെ എന്തായാലും ഞാൻ അതിന് വിട്ടുതരില്ല.
വാമന മോൻ വാ. കരണ്ട മക്കൾ കരണ്ട കേട്ടോ. ഇല്ല 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 ഇല്ല. ഓ ഓ ഓ. അമ്മ മോനെ പാല് കുടിച്ച് മതിയായില്ലെന്ന് തോന്നുന്നു. അവനെ ഒന്ന് എടുത്തോണ്ട് വരണേ. കരല്ല അയ്യോ 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 കരല്ല ഞാൻ നിങ്ങളിവിടെ നിന്ന് ഒഴിപ്പിക്കാനൊന്നും വന്നതല്ല. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഉചിതമായ മാർഗം കണ്ടെത്താൻ എൻ്റെ സഹായം എന്ന് നിങ്ങൾക്കുണ്ടാവും. ഇവിടെ തുടരുന്നത് ഒഴിച്ച്. അങ്കിളെ, അമ്മാവന് ഇഷ്ടമല്ലാതെ ഇവിടെ തുടരാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. മാറാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അധികം വൈകാതെ തന്നെ അതുണ്ടാവും. ദാറ്റ്സ് ഫൈൻ. ഇനി എങ്ങോട്ടാണ് മാറുന്നതെന്നും എന്താണ് അടുത്ത പരിപാടിയെന്നും എന്നോടും കൂടി പറ. എൻ്റെ അഭിപ്രായം കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞങ്ങള് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്കിളെ. അല്ലാതെ മാറാനുള്ള സ്ഥലമൊന്നും കണ്ടെത്തിയിട്ടില്ല. അല്ല, ഇവിടുന്ന് മാറിയിട്ട് വേണം രഘുവേട്ടന് ഒരു ജോലി പോലും കണ്ടെത്താൻ. അങ്കിളെ, കാര്യങ്ങള് അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ സച്ച് സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹം മനസ്സ് വെച്ച ഒരു ജോലിയും താമസ സൗകര്യം കിട്ടിയേക്കും. അതാ ആകെയുള്ളൊരു പ്രതീക്ഷ. സച്ചിയോട് അപ്പോ നിങ്ങൾക്ക് എന്നിലുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞോ? ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെന്താ എന്നോടൊന്നും ആവശ്യപ്പെടാത്തത്? അച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങളോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞത് അങ്കിളല്ലേ. അതുകൊണ്ട് എന്നോട് സഹായം ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല അഭിമാന പ്രശ്നമുണ്ടോ? അല്ല, അറിയാൻ പാലാണ്ട് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമെന്ന് അങ്കിളിന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോ അങ്കിളും അമ്മാവനും കൂടി ഞങ്ങളുടെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ.